പുതിയ അടിപൊളി തീറ്റ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലേറ്റ്സ് ഫിഷ് ഫുഡ് എന്നാണ് ഇതിന് പറയുന്നത്. അടിപൊളിയാണ്. വെജിറ്റബിളും RTMAയും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് അടിപൊളി ഓഫറിനാണ് വാങ്ങിച്ചേക്കുന്നത്. എല്ലാവരും ഇപ്പം തന്നെ വാങ്ങിച്ചോണം. വീഡിയോ ടാഗിങ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കാനുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. ഞാൻ വാങ്ങിച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 242 രൂപയാണ്. എന്തോളം അടിപൊളി ക്വാളിറ്റിയാണ്. വലിയ ടിന്നാണ്. നേരത്തെ വാങ്ങിച്ച ആ ബ്ലഡ് വേംസിൻ്റെ ടിന്നേക്കാളും വലുപ്പമുണ്ട്. കൈ പിടിക്കുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്. കേട്ടോ, അടിപൊളി പ്രൊഡക്റ്റാണ്. എത്രയും പെട്ടെന്ന് ഈ ഓഫർ തീരുന്നതിന് മുമ്പേ വാങ്ങിച്ചു കൂട്ടിക്കോ. എന്തോളം വേണ്ട. ഇതാണ് ഒറിജിനൽ പ്രൈസ്, 400 രൂപ. ഇതിപ്പോൾ ഓഫറിന് വെറും 242 രൂപ. എന്തോ ലാഭമാണെന്നറിയാം. ഇത് കുറേയും കൂടെ വാങ്ങിക്കണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റ് ഇത് ലിമിറ്റഡായിട്ടേ കിട്ടത്തുള്ളൂ, എപ്പോഴും കിട്ടത്തില്ല. എന്തോളം എല്ലാവരും ഇത് വാങ്ങിക്കുമായിരുന്നു. ഞാനിപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് കാണുന്നത് തന്നെ. എന്തോളം കൊള്ളാം, നല്ല സാധനമാണ്. ഞാൻ ബാക്കിയുള്ള മീനെല്ലാം ഇനി കൊടുത്തു നോക്കട്ടെ. ഇനി പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന്. എന്തോളം ഈ പഴയ നേരത്തെ വാങ്ങിച്ച ടിന്നിൻ്റെ വലുപ്പം ഇതൊക്കെയാണ്. എന്തോ ആണെങ്കിലും ഇതിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ തീരെ ചെറുതാണ്. അയ്യോ, പക്കാ ലാഭമാണ്. ഇനി ഫ്ലൈറ്റ്സ് നിറച്ച് കാണുമായിരിക്കും മിക്കവാറും. ഈ തീറ്റകളെല്ലാം തീർന്നിട്ട് ഇനി അടുത്ത തീറ്റ വാങ്ങിക്കുന്നുള്ളൂ. അതുവരെ വേറെ പ്രൊഡക്റ്റാണ് ഇനി റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് വലിയ ടിന്നാണ്. അയ്യോ, ഇനി ഇത് പൊട്ടിക്കാൻ പോവാണ്. അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചപ്പോൾ വലിയ ഫ്ലൈറ്റ്സ്. അയ്യോ, ഇതുകൊണ്ട് സാധാ വാങ്ങിക്കുന്നതിനേക്കാളും വലിയ ഫ്ലൈറ്റ്സാണ്. നേരത്തെ വാങ്ങിച്ചതൊക്കെ തീരെ ചെറിയ ഫ്ലൈറ്റ്സ്. ഇതൊക്കെ നല്ല നിറച്ചുണ്ട്. അയ്യോ, ആ റെഡ് കളറിൽ കാണുന്നതാണ് RTMA ഫ്ലൈറ്റ്സ്. പിന്നെ മറ്റേ പച്ച കാണുന്ന വെജിറ്റബിളിൻ്റെ ഫ്ലൈറ്റ്സ് ആണ്. എന്തോളം രണ്ടും അടിപൊളിയാണ്. രണ്ടും കൂടെ മിക്സ് ആയിക്കൊണ്ട് മീനൊക്കെ ഇത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആവും. എന്തോളം കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചെടുത്തപ്പോൾ തന്നെ ഇരട്ടിയുണ്ട്. അയ്യോ, ഗപ്പികൾക്കെല്ലാം കൂടെ ഇത് ഏറെ ആവുമെന്ന് തോന്നുന്നു മിക്കവാറും. ഞാൻ എന്തോളം കുറച്ചേ കൊടുക്കുന്നുള്ളൂ. എന്തോളം ഇപ്പം മീൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. RTMA എല്ലാം കൂടെ ഭയങ്കര കഴിപ്പാണ്. അയ്യോ, എന്തോളം ഇഷ്ടം പോലെ തീറ്റയുണ്ട്. ഇപ്പോൾ എല്ലാം മാറി ഓരോ 2 നേരം വേറെ തീറ്റ വെച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കാരണം മീനൊക്കെ പെട്ടെന്നാണ് ഇപ്പോൾ വലുതാകുന്നത് തന്നെ. ഈ ഹൈബ്രിഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, പിന്നെ ഡാർക്ക് പർപ്പിൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ബ്രീഡായി. ഇപ്പോൾ തീറ്റ പുതിയത് ഇങ്ങനെ ഈ രീതി കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹോട്ട് സെയിൽ കൊടുക്കാനുള്ള ഇനിയും വേറെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ, പിന്നെ റീറ്റെയിലും വേറെ, രണ്ടും വേറെ ആയിട്ട് ഇനി കൊടുക്കാൻ പോകണം. ഇനി മഴയ്ക്കിപ്പുറം ഇഷ്ടം പോലെ മീനെ ഇനി കൊടുത്ത് മാറ്റണം ടാങ്കിൽ നിന്ന്. അല്ല, ഇനി ടാങ്കിൽ വെള്ളം തുളുമ്പി പോകാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുമ്പോൾ. ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ടാങ്കിൽ ഇത് പഴയ മീനാണ്. ഇതിനകത്തെല്ലാം ഫ്ലൈറ്റ്സ് ഓൾറെഡി ഞാൻ കൊടുത്ത് ശീലിപ്പിച്ച മീനാണ്. അതുകൊണ്ട് ഇതിനറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് കഴിക്കും. ചില ഗപ്പികൾക്കൊന്നും ഞാൻ ഫ്ലൈറ്റ്സ് അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളതിനും കൂടെ ഇനിയും ഇത് കൊടുത്തു നോക്കണം. ശീലിപ്പിച്ചാക്കി എടുക്കണം ഇനിയും. നമ്മുടെ പ്ലാറ്റികളൊക്കെ ഭയങ്കര ഇഷ്ടമായി. അയ്യോ, പ്ലാറ്റി പടയെന്ന് പറഞ്ഞാൽ അത് ഇന്ന് തീർക്കുന്നു. അതുകൊണ്ട് ഈ ടാങ്ക് ഇത് കുറച്ചേ കൊടുക്കത്തുള്ളൂ. എന്നുള്ള അടിപൊളിയാണ്. അടുത്ത ടാങ്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റ്സ് ഇത് കുറച്ചെടുക്കുമ്പോഴേ ഏറെ കിട്ടുന്നുണ്ട്. അയ്യോ, എന്താണ് ഇത്, എൻ്റെ കൊടുപ്പിന് ചിലപ്പോൾ ഞാൻ തീർക്കുമെന്ന് തോന്നുന്നു മിക്കവാറും. എന്താണ് ഇതിനകത്ത് ആ പാടെ ഫുൾ ഗോൾഡിൻ്റെ 2 എണ്ണമേ ഉള്ളൂ, ഒരു മെയിലും ഫീമെയിലും. അതിനാണ് ഞാൻ ഇത്രയും വേറെ വാരിയിട്ടത്. അയ്യോ, ഹോറായിപ്പോയി ഇച്ചിരി. എന്താണ് അതിന് ഇഷ്ടപ്പെട്ടോന്നറിയില്ല. ഇത് കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ മണം എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് തീറ്റ കഴിക്കുന്നില്ല. നമ്മൾ കുറച്ച് ഇച്ചിരി കഴിച്ചു തുടങ്ങിയാലേ രുചി മനസ്സിലായാലേ അത് വീണ്ടും കഴിക്കത്തുള്ളൂ. എന്താണ് മെയിലും ഫീമെയിലും അത് തീറ്റ ഉണ്ടെന്ന് മനസ്സിലായി, എവിടെയാണെന്ന് അറിയത്തില്ല. എന്തുകൊണ്ട് ഈ അടുത്തിങ്ങനെ കഴിക്കാൻ പേടിയാണ്. ഞാനിത് പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിച്ച ഫുൾ ഗോൾഡ് ഗപ്പിയാണ്. ഇതാദ്യമായിട്ടാണ് ഇതിന് ഫ്ലൈറ്റ്സ് ഇട്ട് കൊടുത്തത്. കുറച്ച് തിന്നു തുടങ്ങിയാലേ കാര്യമുള്ളൂ. എന്താണ് മെയിൽ തിന്നുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഫീമെയിൽ പേടിച്ച് മാറി നിൽക്കുന്നു. അയ്യോ, എന്താണ് മെയിലെങ്കിലും ഇച്ചിരി ഏതെങ്കിലും ഒരെണ്ണം തിന്നാൽ മതി. ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്താണ് ഫീമെയിൽ ഒരു ബ്രീഡിങ് കഴിഞ്ഞതാണ്, പക്ഷെ കുഞ്ഞുങ്ങൾ അത് തന്നെ തിന്നു. എന്തോ പറ്റിയാന്ന് അറിയത്തില്ല. അതുകൊണ്ട് മെയിൽ നോക്കുന്നു. ഇതാണ് വെജിറ്റബിൾ ആണോ ഇതിന് RTMAയുടെ ഫ്ലൈറ്റ്സ് ആണോ ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കാനാണ്. താണ്ട് മെയിൽ തിന്നു. അയ്യോ, ഭാഗ്യം. RTMA ഇഷ്ടപ്പെട്ടു, വെജിറ്റബിളിൻ്റെ ഫ്ലൈറ്റ്സും ഇഷ്ടപ്പെട്ടു. എന്നുള്ള അടിപൊളിയാണ്. അടുത്ത ടാങ്കിൽ ഇടാൻ പോവാണ് ഫ്ലൈറ്റ്സ്. ഇത് പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഗിയറിനാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് ഫ്ലൈറ്റ്സ് ഇതിന്. ഈ ഗപ്പിക്കെല്ലാം കൂടുതലും ചില വെറൈറ്റിക്കൊക്കെ ഞാൻ പെല്ലറ്റാണ് കൊടുത്ത് ശീലിപ്പിച്ചേക്കുന്നത്. അപ്പോൾ പയ്യ ഫ്ലൈറ്റ്സും കൂടെ ശീലിപ്പിക്കുവാണ്. നേരത്തെ ബ്ലഡ് വെയിംസ് ഒക്കെ തിന്ന് ഇഷ്ടപ്പെട്ടു. ഈ പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഗിയറിനെ കൊടുക്കാനുള്ളതാണ്. ഇതിന് പേര് വരുന്ന 300 രൂപയാണ്.
എന്താണ് അടിപൊളിയാണ്. ബ്രീഡിംഗ് പെയറിനൊക്കെ നേരത്തെ കൊടുത്തു, 400 രൂപയ്ക്കാണ് കൊടുത്തത്. എന്താണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ ആയിട്ടുണ്ട്. മെയിലൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ചുരുക്കം ചിലവരുടെയിലേ ഉള്ളൂ. ഇതിപ്പോൾ പ്ലേസ് വരുന്നത് തിരുവല്ലയാണ്. തിരുവല്ല എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഞാൻ വാങ്ങിച്ച ഇത്രയും തീറ്റകളും ഇതിന് കൊടുത്തു കഴിയുമ്പോൾ ഇഷ്ടം പോലെ ആവും, ബ്രീഡായി കിട്ടും. ഇപ്പം തന്നെ പ്ലാറ്റിനം വൈറ്റ് ബിഗ്യോർ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. അയ്യോ, ഇതിൻ്റെ ഇനി സെക്കൻഡ് ബ്രീഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കുഞ്ഞുങ്ങളെ കിട്ടും. എന്നിട്ട് പതുക്കെ ആ പ്ലാറ്റിനം റെഡ് ബിഗ്യോറിൻ്റെ എണ്ണം കുറയ്ക്കണം. എന്നിട്ട് പ്ലാറ്റിനം വൈറ്റ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാക്കേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു പുതിയ വെറൈറ്റിക്കാണ് അടുത്ത തീറ്റ കൊടുക്കാൻ പോകുന്നത്. ഇതാണ്, ഇതിൻ്റെ പേരാണ് പ്ലാറ്റിനം ഗോൾഡ് ബ്ലാക്ക് ഡ്രാഗൺ ഹാഫ് മൂൺ സോളോ റിബൺ. എന്താണ് വലിയ പേരൊക്കെയാണ്. എന്താണ് ഇത് ഭയങ്കര വെറൈറ്റിയാണ്. വലിയതായിട്ട് ആൾറയിലൊന്നും ഇല്ലാത്തതാണ്. എന്താണ് അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടിപ്പോയിട്ടെന്ന് തോന്നുന്നു തീറ്റ കൊടുത്തത്. ഇത് കൂടുതലും ഉണ്ടായേക്കുന്നത് ഫീമെയിലാണ്, മെയിലല്ല. മെയിൽ 1-2 എണ്ണമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതിന് കൊടുക്കാറാകുമ്പോൾ പറയാം. ഇതിന് പേര് വരുന്നത് 400 രൂപയാണ്. പിന്നെ 1 വർഷം എടുക്കും ഈ സാധനം വലുതായി വരണമെങ്കിൽ, കംപ്ലീറ്റ് സൈസ് ആകണമെങ്കിൽ, ടെയിലൊക്കെ റിബണും ഇറങ്ങി കിട്ടണമെങ്കിൽ 1 വർഷം. ഇതാണ് ഭയങ്കര താമസമാണ് ഇത് വലുതായി വരാൻ. എന്താണ് അടിപൊളി ഫുഡൊക്കെ ഇതിനു വേണ്ടിയാണ് മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത്. ഇതിനെങ്ങനെ വലുതാക്കി വിൽക്കണമെന്നുള്ള മൈൻഡാണ്. എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. ബൈ ബൈ. എന്താണ് ഇഷ്ടം പോലെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇനിയും വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ ഷോർട്ട് ബോഡി ഉണ്ട്, പുതിയ വെറൈറ്റി. അതും ആ ടാങ്കിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ഇതാണ് ഫീമെയിൽ. അതിൻ്റെ എന്തോ സൈസാണെന്നറിയോ, അതിൻ്റെ വാലിങ്ങനെ ക്രൗൺ ടെയിൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ചെറിയ രീതി. എന്തുകൊണ്ട് ഇനിയും ടെയിലിന് സൈസ് വെക്കും. എന്നുള്ള വെറൈറ്റി ഒരു ഫീമെയിലാണ്. ഇപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് തീരെ ചെറുത്. എന്തുകൊണ്ട് 30 കുഞ്ഞുങ്ങളെങ്ങാണ്ട് ഉണ്ട് ഇപ്പോൾ. എന്തുകൊണ്ട് ഇത് വലുതായി വരാൻ താമസമാണ്. എന്തുകൊണ്ട് ഫീമെയിൽ ഭയങ്കര ഷോയാണ്. ഇനിയൊരു പുതിയ അക്വേറിയം കൂടെ വാങ്ങിക്കണം. അക്വേറിയം വാങ്ങിച്ചിട്ട് വേണം അതിനകത്തിട്ട് ഇതിന് നല്ല വീഡിയോ ഒക്കെ പിടിക്കാൻ. എന്തുകൊണ്ടെങ്കിൽ ഇത് കൊള്ളത്തില്ല ഇപ്പം ഇങ്ങനെ കാണാൻ. ഇത് ഫ്രിഡ്ജ് ബോക്സിൽ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുവാണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യാത്ത കാരണം ഒരു എടുപ്പില്ല. മൊത്തം പായലൊക്കെ പിടിച്ച് വല്ലാതായി കിടക്കുവാണ്. ഇനിയൊരു ഗ്ലാസിൻ്റെ ഒരു ചെറിയ അക്വേറിയം വാങ്ങിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.